मेहता का उल्टा चश्मा. നിങ്ങൾക്കേവർക്കും സുപരിചിതരായ ബബ്ബൻ നാരിവാലയാണ് ഇന്നത്തെ പ്രോഗ്രാമിന്റെ സ്പോൺസർ. നിങ്ങളുടെ അന്തസ് ഞങ്ങൾ കാക്കും. ചപ്പാത്ത് ചപ്പൽ കുറച്ചു നടന്നാൽ ഒത്തിരി കാലം നിലനിൽക്കും. നിങ്ങൾക്കേവർക്കും ഗോകുൽധാം ഫാൻസി ഡ്രസ് കോമ്പറ്റീഷനിലേക്ക് സ്വാഗതം. ആദ്യമായി നിങ്ങളുടെ മുൻപിൽ എത്തുന്നത് ഗോകുൽധാം സൊസൈറ്റിയുടെ കണ്ണിലുണ്ണികളായ താരദമ്പതികൾ മിസ്റ്റർ ആൻഡ് മിസസ് നമ്പൂതിരി. നമ്പൂതിരിയുടെ പ്രച്ഛന്ന വേഷം ഒരു ആംഗലേയ പോലീസുകാരനായിട്ടാണ്. മിസ്റ്റർ ബോബി. മിസസ് ബബിത ആഗതയായിരിക്കുന്നത് മദാമയായ ഒക്കോമാങ്കയായിട്ടാണ്. അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നത് ഗോകുൽധാം സൊസൈറ്റിയുടെ കുട്ടിക്കുറുമ്പന്മാരായ നോട്ടി ചിൽഡ്രൻ ഗോലി, ഗോഗി, പിന്നെ പിങ്കു. ഭാഗ്യത്തിന് നീ എന്റെ ഷട്ടിൽ നിന്നും പുറത്തേക്ക് വന്നില്ല. അല്ലെങ്കിലേ ശരിക്കുള്ള പാമ്പാണെന്ന് കരുതി എല്ലാരും ഓടിപ്പോയേനെ. ഇതൊക്കെ വെറും കള്ളത്തരമാണെന്നേ. സർപ്പമായിട്ട് ഞാൻ വേഷം ഇട്ടിരുന്നെങ്കിൽ എല്ലാരും എനിക്ക് പാൽ കൊണ്ട് തന്നെ. നീ എന്ത് വേഷം ഇട്ടിരിക്കുന്നേ? അതെന്താണെന്ന് ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. എല്ലാവരും വിവരം അറിയും. ചേടാ, മുട്ട പൊട്ടി പുൾസയായി പോയോ? അടുത്തതായി വരുന്നത് നമുക്കേവർക്കും പ്രിയപ്പെട്ട പോപ്പറ്റ് ലാൽ. പോപ്പറ്റ് ഒരു മയിലായി മാറിയിരിക്കുകയാണ്. എന്റെ പോപ്പറ്റെ, നീ എന്നെ ഇങ്ങനെ വലിച്ചോണ്ട് പോരുത്. മഴക്കാറില്ലല്ലോ, നീ ഇങ്ങനെ മയിലിനെ പോലെ ഡാൻസ് കളിക്കാൻ. എന്നെ കണ്ടിട്ട് ശരിക്കുള്ള കള്ളനാണെന്ന് തോന്നുന്നില്ലേ? ഇന്നത്തെ മത്സരത്തിൽ ഞാൻ തന്നെ ജയിക്കും. എന്താ? അതെന്നെ, അകത്തൊന്നും ഉണ്ടായിരിക്കില്ലല്ലോ. അത് ആര്? സുന്ദരനോ? അല്ലെന്നേ, അപ്പുറത്തെ ഇപ്പുറത്തും ചെവി ഉണ്ടായിരിക്കില്ലേ? അത് നമ്മൾ അതിനെന്താ കൊരങ്ങനെയും കൊണ്ടാണ് പോകുന്നത്? കൊരങ്ങനല്ല, മഞ്ഞ നിറത്തിലുണ്ടാവില്ലേ? പിന്നെ കറുത്ത നിറത്തിലും ഉണ്ടാവും. മഞ്ഞളും കുരുമുളകും ആണോ? അമ്മയെ ദയവ് ചെയ്ത് ഇവിടെ പലചരക്ക് കട തുടങ്ങല്ലേ. അമ്മ ഞങ്ങളുടെ ശ്രദ്ധ തിരിച്ചു കളയല്ലേ. സമ്മാനം മാത്രമാണ് നമ്മുടെ ലക്ഷ്യം. അത് തന്നെ. എന്ത് ശ്രദ്ധയാണോ അമ്മേ? സമ്മാനം, ട്രോഫി. സാറേ, നിങ്ങൾക്ക് പ്രിയപ്പെട്ട സ്പെഷ്യൽ ചായ. ശ്രദ്ധിച്ചു കേൾക്കൂ. ഹൈ അലർട്ട്, ഹൈ അലർട്ട്. നമ്മളിപ്പോൾ സംവദിക്കുന്നത് ജയിലിലെ കമ്മീഷണറോടൊപ്പമാണ്. അതെ, ഇന്റർനാഷണൽ ക്രിമിനൽ ചീക്ക പീക്ക റീക്ക ജയിലിൽ നിന്നും രക്ഷപ്പെട്ടിരിക്കുകയാണ്. ഈ ശബ്ദത്തോടൊപ്പം ഇപ്പോൾ ഒരു കോൺസ്റ്റബിൾ താഴേക്ക് വീഴും. ശ്രദ്ധിച്ചു നോക്കൂ ആ 3 പേരുടെയും ഫോട്ടോസ്. ഇവരെ കണ്ടെത്തിയാൽ ഉടൻ വിവരം പോലീസിൽ അറിയിക്കുക. ഇനി നമ്മളെ ആർക്കും പിടിക്കാനാവില്ല. അവര് ദേ പോകുന്നു. ജീപ്പ് തിരിച്ചുവിട്.
കള്ളന്മാര് ദേ പോകുന്നു. ഈ ശബ്ദത്തോടൊപ്പം വണ്ടി ഒന്ന് നിർത്ത്. ഈ ശബ്ദത്തോടൊപ്പമാണ് ഞാൻ നിലവിളിക്കുക. എടോ ഒന്ന് തിരിഞ്ഞു നിൽക്കടോ. വേണ്ട 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 വേണ്ട. നിങ്ങൾ 3 പേരെ ഞാൻ വിടുന്ന പ്രശ്നമില്ല. ടപ്പു വിചാരിച്ചാൽ എന്തും നടക്കും. ടപ്പു നമ്മളെ പിടിക്കുന്നതിന് മുമ്പേ വിട്ടു പോയിക്കോ. വേഗം പിടിക്കട്ടപ്പോ, വേഗം പിടിക്കേ. ഒരു കൊച്ചു പോലീസ് വലിയ വലിയ കള്ളന്മാരുടെ പുറകെ ഓടുന്നത് കണ്ടോ? എന്നെ കളിപ്പിച്ചിട്ട് നിങ്ങൾ എങ്ങോട്ടാണ് മക്കളെ മുങ്ങിയേ? ശബ്ദത്തോടുകൂടി നിങ്ങളെ എല്ലാം പൊക്കെ ഞാൻ ജയിലിലിടും. ടിക്ടോക്ക് ടിക്ടോക്ക് ശബ്ദം വെച്ചുകൊണ്ട് മര്യാദയ്ക്ക് എല്ലാരും എന്റെ പുറകെ വന്നോണം. ഇന്റർനാഷണൽ ക്രിമിനൽസ് ചിക്ക പിക്ക റിക്ക. താൻ പോടൂല്ലേ, ഞങ്ങൾ ചേട്ടാ ജയ ചമ്പക്കാണ്. ഓക്കേ, കുറ്റവാളികളുടെ വിളിപ്പേരും ഞാനിതാ എഴുതുകയാണ്. എന്റെ ഒപ്പം വന്നോളൂ. സർ, അവര് ശരിക്കുള്ള കള്ളന്മാരല്ല. ഇപ്പൊ പുതിയതായിട്ട് ഡ്യൂട്ടിയിൽ ജോയിൻ ചെയ്തിരിക്കുകയല്ലേ? എനിക്ക് എന്റെ ജോലിയിൽ ഇപ്പോൾ 10 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. ഈശ്വരൻ, ഞാനിപ്പോ എന്ത് ചെയ്യും? ഇപ്പൊ ഞാനിങ്ങനെ പോലീസിനെ പറഞ്ഞ് മനസ്സിലാക്കുക. ഐഡിയ, പോലീസിന് മുമ്പത്തെയും ഇപ്പോഴത്തെയും ഫോട്ടോ കാണിച്ചേക്കാം. ഇതാരുടെ ശബ്ദമാ? നമ്മൾ എങ്ങനെ ഇവിടെ നിന്ന് രക്ഷപ്പെടുക? നമുക്ക് പോലീസിന്റെ വേഷം ദാ കിടക്കുന്നു, നമുക്കിടാനുള്ള യൂണിഫോം. അച്ഛാ, എന്താടാ ചേട്ടാ? ഒരു കാര്യമുണ്ട്. കൊള്ളാലോ ടപ്പുന്റെ അച്ഛാ, എന്ത് നല്ല ഐഡിയ പറഞ്ഞത്. ഏയ് മാലോരേ. ചേട്ടാ, ഡിഞ്ചക്ക് ഡിഞ്ചക്ക് എന്ന് ഡാൻസ് കളിച്ചോണ്ട് എന്നെ കെട്ടിയിട്ട് കളഞ്ഞല്ലോ. ആഹാ, അവരെ ഞാൻ പിടികൂടാതെ വിടുന്ന പ്രശ്നമില്ല. ഇങ്ങനൊരു ശബ്ദമുണ്ടാക്കിക്കൊണ്ട് എല്ലാരും അങ്ങ് പറന്നുപോയി. ബ്രും ബ്രും എന്ന് പറഞ്ഞ് വണ്ടി സ്റ്റാർട്ട് ചെയ്യടോ. കോൺസ്റ്റബിളുകളെ, നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞങ്ങൾ അനുസരിക്കും സാർ. ഒന്ന് വണ്ടിയിൽ കയറിയിരിക്കാം. ഓക്കെ സാർ. സാർ, അവര് ഒറിജിനൽ പോലീസ് അല്ല. നിനക്ക് എന്തിന്റെ കേടാ? ചിലപ്പോ കള്ളൻ ഒറിജിനൽ അല്ലെന്ന് പറയും, ചിലപ്പോ പോലീസും ഒറിജിനൽ അല്ലെന്ന് പറയും. അല്ല, നീയും ഒറിജിനൽ ആണല്ലോ അല്ലേ? സാർ, ഞാനും ഒറിജിനൽ അല്ല. വണ്ടി എടുക്കട്ടോ. ടപ്പുസേന, പോലീസുകാർ അച്ഛനെയും അമ്മയെയും മുത്തശ്ശനെയും ക്രിമിനൽസ് ആണെന്ന് കരുതി പിടിക്കാൻ നടക്കുക. ശരിക്കുള്ള ക്രിമിനൽസ് പുറത്ത് സുഖമായി നടക്കുക. നമ്മൾ എന്തെങ്കിലും ഉടനെ ചെയ്തേ പറ്റൂ. എനിക്ക് നല്ല രസമുണ്ട്. എന്നോടൊരല്പം ദയ കാണിക്ക്. ദേവോളെ, നീ അവരിങ്ങ അടുത്തെത്താറായല്ലോടി. എടാ ചേട്ടാ, നീ വല്ല കുതന്ത്രങ്ങളും ഒന്ന് ആലോചിക്കടാ. അത് പിന്നെ അച്ഛാ,
ചേടാ കുട്ടികൾ നമ്മുടെ പുറകെ തന്നെ ഉണ്ടല്ലോ. ഓടിക്കോളാം. എന്റെ ദൈവമോളെ ഞാനങ്ങ് തളർന്നു വയ്യാണ്ടായി കേട്ടോ. അച്ഛാ ദേ അങ്ങോട്ട് നോക്കിയ ഒരു വണ്ടി. വണ്ടി എടുത്തോ. അല്ലല്ലേ 1 2 3. ഇതെന്ത് പറ്റി? വണ്ടി എന്താ റിവേഴ്സിലാണല്ലോ പോകുന്നത്? വണ്ടിയുടെ റിപ്പയറിങ് കഴിഞ്ഞിട്ടില്ലായിരുന്നു, അതുകൊണ്ട് എല്ലാ ഗിയർ റിവേഴ്സ് ഗിയറിലേ പോകുള്ളൂ. എടാ തലതിരിഞ്ഞോണ്ടായ സന്തതി, നീ വണ്ടിയും തലതിരിഞ്ഞാണോ ഓടിക്കുന്നത്? ബ്രേക്ക് ചവിട്ടിട്ട് കിട്ടുന്നില്ല, വണ്ടി നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. എടാ ചേട്ടാ വണ്ടി ഇടത്തോട്ട് തിരിച്ചു പോ. ഇടത്തോട്ട് വെട്ടിക്കടാ. ചേടാ വൂം വൂം എന്ന ശബ്ദത്തോടെ ഇവർ നമ്മുടെ പുറകെ വരികയാണല്ലോ. എടോ കട്ട് എന്ന് പറഞ്ഞ് വണ്ടി റിവേഴ്സ് എടുക്ക്, പെട്ടെന്ന് റിവേഴ്സ് എടുക്കണോ. പെട്ടെന്നാവട്ടെ. പുറകോട്ട് വിട്ടോ. അത് ശരി, ഇവര് വണ്ടിയാണോ അതോ വിമാനമാണോ ഓടിക്കുന്നേ? അവന്മാരെ കണ്ടിട്ട് നമ്മളെക്കാളും വലിയ ക്രിമിനൽസ് ആണെന്നാ തോന്നുന്നത്. അല്ല ഇവരെല്ലാവരും എന്തിനാ ഇങ്ങനെ റിവേഴ്സിൽ പോകുന്നേ? പെട്ടെന്ന് സൈഡ് മാറ്. ഇവരെന്തിനാ റിവേഴ്സിൽ ചെയ്യുന്നേ? തപ്പു വരും, നമുക്ക് ചെന്ന് നോക്കാം. ഒരുപാട് നാളുകൾക്ക് ശേഷം എനിക്കൊരു കസ്റ്റമറിനെ കിട്ടിയിരിക്കുന്നത്. വണ്ടി എടുത്തവരുടെ പുറകെ വിടണോ? നിനക്കിനി എന്നിൽ നിന്നും രക്ഷപ്പെടാനാവില്ല. എടാ ചേട്ടാ, നീ ഒന്ന് സൂക്ഷിച്ചു വണ്ടി ഓടിക്കന്റെ പൊന്നു ചേട്ടാ. എടാ ടപ്പു,
അയ്യോ, നിന്റെ കണ്ണെന്താടാ പച്ച കളറിലിരിക്കുന്നേ? ചേട്ടാ നീ വണ്ടി തിരിച്ചു വിടറാ. എടാ ടപ്പു, നോക്കി നിൽക്കാതെ എന്തെങ്കിലും ഒന്ന് ചെയ്യണോ? എടാ ഗോലി ആ ട്യൂബ് ഒന്നിങ്ങ എടുത്ത്. ഗോലി അങ്ങനെയല്ല, എടുത്തോട്ട് തിരിക്ക്. പെട്ടെന്ന് എന്തെങ്കിലും ഒന്ന് ചെയ്യണോ? ഗോലി ഇനി നീ ആ ടാപ്പ് അടച്ചോ. എനിക്ക് നടക്കാൻ പറ്റുന്നില്ല ടപ്പു. സാർ ഇത് കണ്ടില്ലേ? ചീറ്റ ഇവരെ എല്ലാം പിടിച്ചു. ചീക്ക പീക്ക റീക്ക എല്ലാം ഉണ്ട്. ഒന്ന് നിക്ക്, അവരല്ല, ഇവന്മാരാണ് റീക്ക പീക്ക ചീക്ക. ദേ അവരുടെ ഫോട്ടോ കണ്ടോ? പക്ഷേ ഇവരുടെ കാല് മേലിലും തല താഴെയുമാണല്ലോ സർ. എന്ത്? എന്റെ പൊന്നു സുഹൃത്തെ, നിങ്ങൾ കുറെ നാളുകളായിട്ട് തിരയുന്ന ക്രിമിനൽസ് പോലീസുകാരുടെ വേഷം ഇട്ട് ഞങ്ങളുടെ വണ്ടിയിൽ അരമണിക്കൂറായിട്ട് ഇരുന്ന് സുഖിക്കായിരുന്നില്ലേ? യു ആർ അണ്ടർ അറസ്റ്റ്. കാഷ് പുഷ് എന്ന ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട് വേലങ്ങ വെച്ച് കൂട്ടിക്കൊണ്ട് പോകും ഞാൻ. പിന്നെ ഫട്ടബിൾ എന്ന ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട് ഭിത്തിക്ക് ചേർത്ത് ഇടിച്ച് ചാമന്തി ആക്കിയില്ലെങ്കിൽ എന്റെ പേര് ചീറ്റ നല്ലെന്ന് വെച്ചോ. വളരെ നന്ദിയുണ്ട് കുട്ടികളെ, നിങ്ങളുടെ വെള്ളം കാരണമാണ് ഇവരെ ഞങ്ങൾ പിടിച്ചത്. നന്ദി. പിന്നെ നിങ്ങളോടെല്ലാവരോടും സോറി. ചേട്ടാ തടവുകാരുടെ വേഷം വേണ്ടെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ.